ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ദേ ഇവിടെ ഞാനും വാവച്ചും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ വാവച്ചിൻ്റെ പനിയൊക്കെ മാറി വാവച്ചി ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ലേ കണ്ണാ? പനിയൊക്കെ മാറിയോ? ഇപ്പോൾ ഓക്കെ ആയോ? സൂപ്പർ. ഇന്നെന്താ അംഗൻവാടി പോകാത്തെ? പനി മാറിയപ്പോൾ ചുമ വന്നു. ഓ പോട്ടെ പോട്ടെ പോട്ടെ. ഇന്നെന്താ അംഗൻവാടി പോകാത്തെ? ഇന്നെന്താ അംഗൻവാടി പോകുന്നത്? ഹോളിഡേ അല്ലേ? ഹോളിഡേ ആയപ്പോ എന്താ ഇത് ഹോളിഡേ കാരണം എന്താണ്? ഇന്ന് പെരുന്നാളല്ലേ? അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു വീഡിയോ ആണല്ലേ വാച്ചി? അപ്പൊ ഇത് നല്ലൊരു ദിവസം ആയതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വ്ളോഗ് എടുക്കാന്ന് ഓർത്തു. പിന്നെ നമ്മള് നല്ലൊരു ബിരിയാണി കഴിക്കാൻ പോവാണ്. നമ്മളെന്തായാലും നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പോവാണ് അല്ലേ? അർഷാദിന്റെ വീട്ടിൽ പോവാണ്. അർഷാദിന്റെ വീട്ടിൽ പോവാണോ വാവച്ചിന്റെ വീടാണോ? ആർക്കും അർഷാദിനോ? ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് നല്ല അടിപൊളി ബിരിയാണി കഴിക്കാം. പള്ളി പോയാക്കുവായിരുന്നേ. അപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നു യോഗി മാത്രമേ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ആ കളിക്ക് ആളില്ലായിരുന്നു. ജെറിയാണ്ടി കളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പിള്ളേരെ കളിക്കുന്ന പറഞ്ഞു. ഓ, ജെറിനാൻഡി കളിക്കാൻ വന്നപ്പം നീ പറഞ്ഞു പിള്ളേരെ കളിക്കണ്ടായിരുന്നോ? അതിനിപ്പം ആന്റിമാർക്ക് കളിക്കാമല്ലോ. പിള്ളേര് മാത്രമല്ല കളിക്കണ്ടേ, എല്ലാവർക്കും കളിക്കാം. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും നല്ല വെയിലാണല്ലോ വാച്ചി. വണ്ടി വണ്ടി നിൽക്കും. അമ്മ വരട്ടെ, വെയിറ്റ്. കാത്തിനോട് പറഞ്ഞിട്ട് വാ. വാ വാ വാ. ഞാൻ പറഞ്ഞു ഓൾറെഡി. കമോ, നല്ല വെയിലുണ്ടോ? ഇതെന്താ ചേച്ചി? ആച്ചി ഇവിടെ നോക്കിയത് എന്താന്ന്? ഇത് ആ മരത്തിൽ നോക്കിക്കേ. ഇവിടെ നോക്ക, ആ മരത്തിൽ നോക്കിയത് എന്താ? ഇത് ആ ഫ്രൂട്ട് എന്ത് ഫ്രൂട്ടാ? ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടാണ് കേട്ടാ. ആ, അങ്ങനെ ഞാനും വാവച്ചിയും ദേ അർഷാദിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ദേ അവിടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. എനിക്കും വാവച്ചിക്കും ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് ബിരിയാണി ആയിരിക്കും. അങ്ങനെയായ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നതും കൂടെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ആണ് ഇരുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നത് വരെ ഞാനും വാവച്ചിയും അവിടെ തന്നെ നിന്ന് കണ്ടാസ്വദിക്കുകയായിരുന്നു. മിസ് യു ബിരിയാണി. മിസ് ചെയ്യുന്നുണ്ട്. വിഷമുണ്ടാമി. അവിടെ
വെയിറ്റിംഗ് ആണ് ബിരിയാണി കഴിക്കാൻ അല്ലേ വാവച്ചി? അങ്ങനെ ഫൈനലി ഇത് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. കഴിക്കാൻ വാവച്ചി? സലീം ചെയ്ത ബിരിയാണി കൊള്ളായിരുന്നോ? എത്ര ദിവസം എടുത്ത്? എത്ര എണ്ണം മേടിച്ച് കഴിച്ചു? ഒന്നരണ്ടാ? വൈക്കത്തുണ്ടോ? മട്ടനോടെ ഉണ്ടല്ലേ? എന്താണത്? മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി കഴിച്ചു വാവച്ചി. മട്ടൻ കഴിച്ചു. വാവച്ചിയുടെ ഫസ്റ്റ് റംസാനാണ്. അതെ. അതായത് വാവച്ചി ഇതിനേക്കാളും ചെറുതായിരുന്നല്ലോ, അപ്പം അങ്ങനെ നമ്മൾ വെളിയിൽ പോയി കഴിച്ചിട്ടില്ല അല്ലേ? ഇത് ഫസ്റ്റ് ടൈമാണ്. അത് സലിം അണ്ണൻ്റെ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം റംസാൻ കഴിച്ച് വാവച്ചി. ഈദ് മുബാറക്. ഇത് മുബാറക് എന്ന് പറഞ്ഞേ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ആഷാദിന്, ഹസീനയ്ക്ക്, ലവിനാൻ്റെക്ക്, സലീം ചേട്ടന് അല്ലേ? ഇത്രയും നേരം ഞാൻ എന്നെ എടുക്കുമായിരുന്നു. നിങ്ങൾ ഓർത്തോളം ബിരിയാണി കഴിച്ചിട്ട് എവിടെ പോയി കണ്ടില്ലല്ലോ. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ബിരിയാണി കഴിച്ചിട്ട് നല്ല ഉറക്കം വന്ന് ഞാൻ പോയി കിടന്നുറങ്ങി. വാവച്ചി ആ സമയം കൊണ്ട് കളിക്കാൻ പോയി. വാവച്ചൊരു സൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. അവിടെ നിന്ന് ഭയങ്കര കളിയാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. വാവച്ചി വാവച്ചി എന്തി കളിക്കാണോ? കണ്ടോ വാവച്ചി അപ്പം ഭയങ്കര കളിയാണ്. അപ്പം നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ അടിപൊളി സദ്യ കഴിച്ചിട്ട് കിടന്നുറങ്ങത്തില്ലേ? കുറച്ച് നേരം എനിക്ക് ഉറങ്ങാൻ വരും, നല്ലൊരു മയക്കം കിട്ടും. അതൊരു 5 മണിയായി. സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. എല്ലാ നല്ല ദിവസങ്ങൾ കാണത്തില്ലേ? നല്ല കല്യാണമോ ഇതുപോലെ വിശേഷങ്ങൾ, നമ്മുടെ റംസാനോ ക്രിസ്മസോ ഓണമോ വിഷുവോ എന്തേലും ഉണ്ടാകുമ്പം ചോദിക്കാണ്ട് പറയാണ്ട്, അത് എന്നോട് അനുവാദം ചോദിക്കാണ്ട് ഒരാളിവിടെ വരും. അതാരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണോ? വേണോ? വേറെ ആരുമല്ല, ഈ പിമ്പിള്. എല്ലാ നല്ല ദിവസങ്ങളിലും വിശേഷങ്ങളിലും എന്തും ആയിക്കോട്ടെ ചോദിക്കാണ്ട് വരുന്ന ഒരേ ഒരാളാണ് പിമ്പിളും. ചിലപ്പോൾ ഇത് ഇവിടെ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ മോസ്റ്റ്ലി വരാറുണ്ട്. പിന്നെ ഇവിടെ ആയിരിക്കും. പക്ഷെ ഒരു പിമ്പിളേ വരത്തുള്ളൂ കേട്ടോ, ഇങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഈ ചോദിക്കാണ്ട് പറയാണ്ടൊക്കെ വരുന്ന ഒരേ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇങ്ങനെ വന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പൊക്കോളും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലവർക്ക് ഇങ്ങനെ കുരു വന്നിട്ട് ഇവിടെ പൊട്ടി വീണ്ടും വരുമെന്ന് കേൾക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയില്ല. ഇങ്ങനെ വന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും, മാക്സിമം 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും പൊക്കോളും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ എന്താ, വീട് ഫുള്ള് കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. അപ്പം അതാണ് ഇനി ഇന്നത്തെ മെയിൻ പരിപാടി. ഇനി വാവച്ചിനെ വിളിക്കാൻ പോകണം കളിക്കാനായിട്ട്. അപ്പോഴേ കളിക്കാവുന്നേ. അപ്പോൾ അപ്പുറന്ന് വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയില്ല. ക്ലീൻ ചെയ്താൽ തന്നെ വലിയ പരിപാടിയായിരിക്കും. അതാണ് മെയിൻ പരിപാടി ഇന്നത്തെ. ഇനി എൻ്റെ അടുത്ത പരിപാടി. അപ്പം ബിരിയാണി എല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കാം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ചായ കുടിക്കുക, ക്ലീൻ ചെയ്യുക, അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ. അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.